സുഭാഷ് ബാബു സാർ, ഈ കാടത്തം എങ്ങനെ ഒഴിവാക്കാം? നമുക്കൊരു വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമുക്ക് പരിഹാരത്തിലെത്താൻ പറ്റുന്നില്ല. കുഴപ്പമൊന്നുമില്ല. കാരണം ഇതില് നടപടികളുടെ അലംഭാവമാണ്. അതായത് കോളേജ് സ്കൂൾ അധികാരികളായാലും ശരി, ഇനി പോലീസ് വിഭാഗമായാലും ശരി, കോടതികൾ ഉൾപ്പെടെ ഉള്ള ഒരു മൃദു സമീപനം ഈ കുട്ടികളുടെ കാര്യത്തിലുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് അവർ അർഹരാണോ എന്ന് നോക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്തായാലും ശരി, നിയമത്തിനകത്തിലൊക്കെ പറയുന്നുണ്ട് 3 വർഷം ഇവനെ ഡീബാർ ചെയ്യണം, പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത്, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കൊടുക്കരുത്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇത് വല്ല ഇവിടെ നടക്കുന്നു എന്ന് ചോദിച്ചില്ല. കോടതി എന്താ പറയുന്നത്? അവൻ പഠിച്ചോട്ടെ, ചെയ്ത് ഇത്രയും ക്രൂരത ചെയ്തതിന് ശേഷം അവൻ പഠിച്ചോട്ടെ. പഠിച്ചിട്ട് ഇവൻ എങ്ങോട്ട് പോകാനാ? അവൻ നന്നാവും, അങ്ങോട്ട് പഠിച്ചോളാം. ഞാൻ പറഞ്ഞ ഇവിടെ നിന്നൊക്കെ അവനെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവനെ ഓൺലൈനിൽ പഠിപ്പിച്ചോട്ടെ, എവിടെങ്കിലും ജയിലിൽ ഇട്ടിട്ട് ഓൺലൈനിൽ പഠിപ്പിച്ചോട്ടെ, എന്താ തയ്യാറുള്ളത്? അപ്പൊ അവനെ പിന്നെ സാമൂഹ്യ ജീവിയായിട്ട് കൊണ്ടുവരരുത്, അവനെ തീർച്ചയായും ഐസൊലേറ്റ് ചെയ്ത് ജയിലിൽ തന്നെ കൊണ്ടുവിടണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അതിൽ ഏതെങ്കിലും ബോയ്സ് സ്കൂളോ അതേമാതിരി ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ കൊണ്ടിട്ടേക്ക്, അവിടെ കിടക്കട്ടെ, പുറത്തോട്ട് വരരുത്. ഇവൻ അവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമല്ലോ. ഇപ്പൊ ഓൺലൈൻ സംവിധാനം ഉണ്ടല്ലോ, ഓൺലൈനിൽ പഠിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് അടക്കി വെച്ച് കഴിഞ്ഞാൽ റാങ്കിങ്ങിനെ സംബന്ധിച്ചുള്ള അവർക്ക് ക്രിമിനൽ കേസിലെ പ്രതികളാവും, ശരിയാണ്. പക്ഷെ അവരത് മറച്ചു വെക്കുന്നത് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു താല്പര്യം വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഗ്രേഡിങ്ങിലോ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഗ്രാന്റുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സുകളിൽ തന്നെ അടുത്ത കൊല്ലം ഇത്ര സീറ്റുകൾ കുറച്ചിരിക്കും എന്ന് പറയുന്ന ഏതെങ്കിലും നിർബന്ധമായ പുതിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. അതില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണല്ലോ ഈ റാങ്കിങ്ങിന് അധികം വിധേയമായത്. റാങ്കിങ്ങിന് എവിടെ ആയാലും ശരി, അവിടെ കോളേജിലോ കോളേജിന്റെ പ്രിമിസസിലോ ഏത് സ്ഥലത്തായാലും ശരി, വേറെ സീനിയർ കുട്ടികൾ ഈ കുട്ടികളെ ഇതേമാതിരി മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായി പീഡിപ്പിക്കുകയാണെങ്കിൽ റാങ്കിങ്ങിന്റെ പരിധി വരുന്നുണ്ട്. അതിന് സ്ഥലമൊന്നുമില്ല. പുറത്തായാലും ശരി, കോളേജിനുള്ളിലായാലും ശരി. പക്ഷെ ഈ ഹോസ്റ്റലിനുള്ളില് ഈ നിൽക്കുന്ന കുട്ടികളെ അഡ്മിഷൻ നടത്തി കുറെ നാളത്തേക്ക്, ഒരു 3 മാസത്തെയെങ്കിലും ഇവരുടെ രക്ഷിതാക്കളോട് ഉൽപ്പം അമ്മയോ അച്ഛനോ ഈ കുട്ടികളെ ആഴ്ചയിൽ ഒരിക്കലോ 15 ദിവസത്തിലൊരിക്കലോ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കി കൂടെ? അവരോടൊപ്പം ഇവൻ ഉറങ്ങട്ടെ 1-2 ദിവസം. അവർക്ക് അപ്പോൾ എന്താ പറയുക, മനസ്സ് തുറക്കാനോ മറ്റവർക്ക് തുറപ്പിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊക്കെ വരുന്നതിന് ശേഷം ഇതിന് നടപടിയെടുക്കുന്നതിനെ സംബന്ധിച്ചോളം ഈ കുട്ടികളെക്കാൾ ഉപരിയായിട്ട് ഈ നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ പഠിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കട്ടെ, പക്ഷെ ഈ കുട്ടിയെ ഉപദ്രവിച്ചവനെ ആ സ്കൂളിൽ നിന്ന് ആ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ മാറ്റുക ചെയ്യുമോ? ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ, വേറെ ഏതെങ്കിലും സ്കൂൾ ഇതേമാരെ ക്രൂരന്മാർ മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവന്മാർക്ക് പഠിക്കാൻ വേണ്ടി വെക്കട്ടെ. ഏതിലായാലും ശരി, ഇപ്പം അക്കാഡമിക്കിലാണെങ്കിൽ എഞ്ചിനീയറിംഗ് ആയാലും ശരി, മെഡിസിൻ അത്ര കൂടുതൽ വരുന്നില്ല, കാരണം അവരവിടെ തന്നെ സ്ക്വയർ അപ്പ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. ബാക്കിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വരുന്നത് എന്താ പറയുക, ഇപ്പൊ നഴ്സിംഗ് സ്കൂളായാലും നഴ്സിംഗ് കോളേജ് ആയാലും അതുപോലെ തന്നെ പിന്നെ +2 വരെയുള്ള വിദ്യാലയങ്ങളായാലും ശരി, കോളേജിലെ സയൻസ് മറ്റ് ആർട്ട് വിഷയങ്ങളായാലും ശരി, ഇതിനു വേണ്ടി പഠിക്കാവുന്ന സ്ഥലം വേണേ പ്രത്യേകിച്ച് ബോയ്സ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു പുതിയ സംവിധാനം നമ്മൾ കണ്ടുപിടിക്കുക. ഇവൻ അവിടെ പഠിച്ചാൽ മതി. ഇവന് പഠിക്കണമെങ്കിൽ ഇവന്റെ സ്കൂളിലേക്ക് ഓൺലൈനിൽ ക്ലാസ് കൊടുത്തോട്ടെ. എന്താ അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ? കാരണം ഇത് കൈവിട്ടു പോയില്ലേ. ആരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും ഇവിടെ? രക്ഷിതാക്കൾക്ക് ആശങ്കയല്ലേ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയമല്ലേ? കാരണം തന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു ആക്രമണത്തിന് പുറമെ ബാഹ്യമായി പ്രദർശിപ്പിക്കുന്നതിനോ ഒരു പരാതി കൊടുക്കുന്നതിനോ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതൊരു ജനാധിപത്യ സംവിധാനമാണോ? ഇവിടെ ഭരണഘടനയുണ്ടോ? ആർക്കെങ്കിലും നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ വല്ലതും സംരക്ഷിക്കുന്നുണ്ടോ? പൗരാവകാശം സംരക്ഷിക്കുന്നുണ്ടോ? ഇല്ലാത്ത ഒരു സംവിധാനത്തില് ഇവിടെ എന്താണ് പറയുന്നത്? ശരിക്കും ഒരു ഭീകര രാഷ്ട്രം എന്ന് പറയുന്നിടത്തെ അതേമാതിരിയുള്ള ക്രൂരമായ നിയമ വിനോദമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്രൂര നിയമ വിനോദം എന്നാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ചുള്ള അവർക്ക് ഉണ്ടാകുന്ന പീഡനത്തെ സംബന്ധിച്ച് പുറത്ത് പറയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്ന് ചോദിക്കട്ടെ? അത് പരാജയമാണെന്ന് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അപ്പോ അതുകൊണ്ട് ഇത് മാറി ചിന്തിക്കേണ്ട സമയമായി. അതല്ലെങ്കിൽ നമ്മുടെ യുവ തലമുറ മുഴുവൻ ഇതേമാതിരി റാഗിങ് ഫാഷൻ അല്ലെ വയലൻസ് ഫാഷൻ എന്നതിലേക്ക് നശിച്ച്, ഇപ്പൊ നമുക്കറിയാലോ, അമ്മ ചിക്കൻ കറി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിലിരുന്ന കറിക്ക് അമ്മയുടെ കഴുത്തിറക്കുന്ന ആ രീതി വരെ എത്തി. നമ്മൾ ആലോചിച്ച് നോക്കുക. സ്വന്തം അമ്മ, എല്ലാത്തിനും ആശ്രയമായിട്ട് ഇരിക്കുന്ന അമ്മയെ പോലും ഇന്ന് കോഴിക്കറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കഴുത്തിറക്കുന്ന
ഈ മയക്കുമരുന്ന് സംവിധാനത്തിലേക്കാണ് നമ്മുടെ ചെറിയ കുട്ടികൾ പോയി വീണിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിന്റെ ഭീകരാവസ്ഥ എന്താണ്. എന്നിട്ടും ഇത് മാറി ചിന്തിക്കുന്നതിന് വേണ്ടി പണ്ട് നിയമമുണ്ട്, ആ നിയമമുണ്ട്, കർശനமான നിയമം, ഇത് നടപ്പാക്കണം, കുട്ടികളെ ഈ ക്രിമിനലായ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ആ ചിന്താഗതിയൊക്കെ എന്തുകൊണ്ട് മാറ്റിക്കൂടാ? ഇതിനൊരു മാറ്റം വേണ്ടേ എന്നാണ്. ആ മാറ്റത്തെ പറ്റി ചിന്തിക്കണമെന്ന്, മാറ്റം അനിവാര്യം നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം.